നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. നിലമ്പൂർ മയ്യംതാനിയിലെ പകൽ വീട് ചുറ്റുമതിൽ നിർമ്മാണത്തിൽ ക്രമക്കേടെന്ന ആരോപണം. യൂത്ത് കോൺഗ്രസിന്റെ എതിർപ്പിനെ തുടർന്ന് കരാറുകാരൻ പ്രവൃത്തി നിർത്തിവെച്ചു. പകൽ വീടിന്റെ നിർമ്മാണങ്ങളുടെ മറവിൽ നടക്കുന്നത് വൻ അഴിമതിയാണെന്നും ഉദ്യോഗസ്ഥരുടെയും LDF ഭരണസമിതിയുടെയും ഒത്താശയോടെയാണ് കരാറുകാരൻ എസ്റ്റിമേറ്റ് പ്രകാരമല്ലാതെ പ്രവൃത്തി നടത്തുന്നതെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ആരോപിച്ചു. പകൽ വീടിന്റെ മതിൽ നിർമ്മാണത്തിൽ ക്രമക്കേട് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് വ്യക്തമായി ഞങ്ങൾ പലതവണ മുനിസിപ്പൽ കൗൺസിലർമാരെന്ന നിലയ്ക്ക് ഈ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ നിഷേധിക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞ ഭരണാധികാരികൾ മുന്നോട്ട് പോയത്. ഇതിൻ്റെ ഈ കെട്ടിടം വലിയ തുക വെച്ചുകൊണ്ട് നിർമ്മിച്ച ശേഷം മഴ പെയ്തപ്പോൾ ചോർച്ചയുണ്ടായ സമയത്ത് ആ ചോർച്ച ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെ അപാകത കൊണ്ടാണ്, അഴിമതി കൊണ്ടാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനു വേണ്ടി ചോർച്ച അടക്കുകയല്ല, അതിന് പകരം വീണ്ടും ഫണ്ട് വെക്കുകയാണ്. എന്നിട്ട് കോൺട്രാക്ടർമാരെ സഹായിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ മയ്യന്താനി പകൽ വീടിൻ്റെ പേരിൽ ഇവിടുത്തെ ആളുകൾ തീവട്ടിക്കൊള്ളയാണ്, പകൽ കൊള്ളയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നു. വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ വിജിലൻസിൽ പരാതി കൊടുത്താൽ, ഓംബുഡ്സ്മാനിൽ പരാതി കൊടുത്താൽ അതെന്തായി എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ്. പരാതി എന്താണെന്ന് പരിശോധിക്കുന്നില്ല. ഈ ഇവിടുത്തെ കരാറുകാരുമായി നഗരസഭാ ചെയർമാനും നഗരസഭയുടെ ഈ പറഞ്ഞ ബന്ധപ്പെട്ട ആളുകൾക്കുമുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിൻ്റെ ഫലം കൂടിയാണ് ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെ ശോചനീയാവസ്ഥയും ക്രമക്കേടും അഴിമതിയും. ഇപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന അതിർ കെട്ടി തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് പ്രവൃത്തി പച്ച മണ്ണ്, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നില്ല. എവിടെയെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ അഴിമതി? ഈ കരാറുകാരത്തിൽ നിന്ന് പണം വാങ്ങുന്നതിന് വേണ്ടി കരാറുകാർക്ക് എന്ത് തോന്നിയാസവും ചെയ്യും. കരിങ്കൽ കൊണ്ട് 18.5 മീറ്റർ മതിൽ നിർമ്മിക്കാൻ 11.5 ലക്ഷം രൂപയാണ് നഗരസഭ വകയിരുത്തിയിട്ടുള്ളത്. ഒരടി താഴ്ചയിൽ ഫൗണ്ടേഷൻ എടുത്തുവേണം മതിൽ നിർമ്മിക്കാൻ. എന്നാൽ മണ്ണിട്ട ശേഷം കരിങ്കൽ കൊണ്ട് മതിൽ കെട്ടുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പരാതി. എസ്റ്റിമേറ്റ് പ്രകാരമല്ലാത്ത പ്രവൃത്തി അനുവദിക്കില്ലെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു. എസ്റ്റിമേറ്റ് പ്രകാരമല്ലാതെ കരാറുകാരൻ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവൃത്തി നടത്തിയതെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രവൃത്തി തടയാൻ കാരണം. ബാത്റൂമിൽ ടൈൽസ് പതിക്കുന്ന പ്രവൃത്തി നടത്തിയത് മുറ്റത്തെ മണ്ണെടുത്തുകൊണ്ടുപോയി ഇട്ട ശേഷം അതിനു മുകളിൽ ടൈൽസ് പതിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു ഏനാന്തി, പർവീസ് ചന്തകുന്ന്, ഫിറോസ് മയ്യംതാനി എന്നിവർ നേതൃത്വം നൽകി. സ്വന്തം ന്യൂസ്, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.